ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പരിചയപ്പെടുന്നത് കേരള PSC പരീക്ഷകളിലൊക്കെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ തന്നെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം എന്ന സബ്ജക്റ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ PSC പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് ഞാൻ കോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. PSC പരീക്ഷയിലൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് ആ പോയിന്റുകളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ ഡെഫിനിഷൻ പറയുന്നു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടാണ് ചാപ്റ്റർ തുടക്കം കുറിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം, കോശങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളിലൂടെ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് കോശങ്ങളെ കണ്ടുപിടിക്കുന്നത്. അത്തരത്തിൽ ആദ്യമായിട്ട് സാധാരണ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കോശങ്ങളെ ആദ്യമായി നിരീക്ഷിക്കുന്നത് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം കോർക്കിൻ്റെ ഛേദത്തിൽ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെല്ല് എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ കോശം കണ്ടുപിടിച്ച ആര് എന്നൊരു ചോദ്യം സിമ്പിളായിട്ട് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് ഹുക്കാണ്. എന്തിൽ നിന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത്? കോർക്കിൻ്റെ ഛേദത്തിൽ നിന്നാണ്. കോർക്കിൻ്റെ ഛേദത്തിൽ ലളിതമായ ഒരു മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ ചെറിയ അറകൾ അദ്ദേഹം കാണുകയും അതിനെ അദ്ദേഹം എന്തു പേരിൽ വിളിച്ചു? സെൽ എന്ന പേരിൽ വിളിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കോശവിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്ന ഒരു കുറച്ച് പോയിന്റുകൾ. പക്ഷേ PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, റോബർട്ട് ബ്രൗൺ എന്ന ഒരു ശാസ്ത്രജ്ഞൻ 1831 കോശകേന്ദ്രം കണ്ടെത്തുന്നു. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ കോശകേന്ദ്രം കണ്ടുപിടിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ ആണ്. ആ പറയുന്ന ആ ഒരു കോശകേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതുമാതിരി തന്നെയാണ് റോബർട്ട് ബ്രൗൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നീട് 1838 കാലഘട്ടത്തിൽ MJ സ്ലീഡൻ എന്ന ശാസ്ത്രജ്ഞനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ 1831 എന്ത് കണ്ടുപിടിക്കുന്നു? ഈ പറയുന്ന കോശകേന്ദ്രം കണ്ടെത്തുന്നു. ആരെ കണ്ടെത്തുന്നു? റോബർട്ട് ബ്രൗൺ കണ്ടെത്തുന്നു. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1838 MJ സ്ലീഡൻ എന്ത് കണ്ടുപിടിക്കുന്നു? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിക്കുന്നു. തൊട്ടടുത്ത വർഷം 1839 തിയോഡർ ഷാൻ എന്ത് കണ്ടുപിടിക്കുന്നത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോൾ 1838 MJ സ്ലീഡൻ കണ്ടുപിടിക്കുന്നു സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്. തൊട്ടടുത്ത വർഷം തിയോഡർ ഷാനാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിക്കുന്നു. 1858 റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് വിഭജിക്കുന്ന കോശങ്ങളെയൊക്കെ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുക എന്നൊരു നിഗമനത്തിലേക്കും കൂടി എത്തിച്ചേരുന്നു. ഇപ്പോൾ ഇവിടെ കോശം എന്ന് പറയുന്ന ആ ഒരു ഇതിലെ വിവിധ കാലഘട്ടങ്ങളിലെ ഓരോ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു റോബർട്ട് ഹുക്കുമായിട്ട് ബന്ധപ്പെട്ട് കോശം കണ്ടുപിടിച്ച ആരെന്നൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റോബർട്ട് ഹുക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് നമ്മൾ പഠിച്ച മറ്റൊരു പേരാണ്, റോബർട്ടുമായിട്ട് സാമ്യമുള്ള ഒരു പേര് പരിചയപ്പെട്ടു, റോബർട്ട് ബ്രൗൺ എന്ന പേര് നമ്മൾ പരിചയപ്പെട്ടു. റോബർട്ട് ബ്രൗൺ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? കോശകേന്ദ്രം കണ്ടുപിടിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ കോശകേന്ദ്രം കണ്ടുപിടിച്ച ആരെന്നൊരു സിമ്പിൾ ചോദ്യം ചോദിച്ചാൽ റോബർട്ട് ബ്രൗൺ, അദ്ദേഹമാണ് അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. കോശം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ റോബർട്ട് ഹുക്കാണ്. MJ സ്ലീഡനാണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ തിയോഡർ ഷാൻ എന്ത് കണ്ടുപിടിച്ചു? ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു. റുഡോൾഫ് വിർഷോ പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുക എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് റുഡോൾഫ് വിർഷോ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കോശ സിദ്ധാന്തം. കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് MJ സ്ലീഡനും തിയോഡർ ഷാനും ആണെന്ന കാര്യം ഓർക്കുക. എപ്പോഴും PSCയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് വിവിധ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ കണ്ടുകെട്ടലുകളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്നുള്ളൊക്കെ സാരാംശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് എന്താണ് കോശ സിദ്ധാന്തം ആവിഷ്കരിക്കുകയാണ്, അല്ലെങ്കിൽ സെൽ തിയറി കൊണ്ടുവരികയാണ് ആര്? MJ സ്ലീഡനും തിയോഡർ ഷാനും ചേർന്നിട്ട്. MJ സ്ലീഡനും തിയോഡർ ഷാനും നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചിട്ടേ ഉള്ളൂ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച MJ സ്ലീഡനും അതേപോലെ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച തിയോഡർ ഷാനും. ഇവർ രണ്ടും ചേർന്നിട്ട് എന്ത് രൂപീകരിക്കുന്നു? സെൽ തിയറി രൂപീകരിക്കുന്നു. അതിലൂടെ അവർ മുന്നോട്ട് വെച്ച രണ്ട് ആശയങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ഈ രണ്ട് ആശയമാണ് ഈ പറയുന്ന സെൽ തിയറിയിൽ പ്രധാനമായിട്ടും അവർ മുന്നോട്ട് വെച്ചത്. ഇതിൽ തന്നെ PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഈ രണ്ടാമത്തെ പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് എന്തെന്നൊരു ചോദ്യം
PSCയിൽ എപ്പോഴും ചോദിക്കും. ഓപ്ഷനിൽ കോശം ഉണ്ടായിരിക്കും. അപ്പോൾ ജീവികളുടെയും ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് ഇത് കോശങ്ങൾ എന്ന കാര്യം ഓർത്തിരിക്കണം. എല്ലാ ജീവശരീരവും എന്തിനാൽ നിർമ്മിതമാണ്? കോശത്താൽ നിർമ്മിതമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരെന്ന് വെച്ചാൽ MJ സ്ലൈഡനും തിയോഡർ ഷാനും ചേർന്നിട്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കോശത്തിലെ ജീവധർമ്മങ്ങളാണ്. കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, അതുപോലെ തന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു എന്നിവയെല്ലാം കോശത്തിൻ്റെ ധർമ്മങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പോയിന്റുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ പട്ടികയായിട്ട് ഇത്തരത്തിലുള്ള പോയിന്റുകൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് തന്നെ PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതായത് ഈ 3 പോയിന്റുകൾ നൽകിക്കൊണ്ട് ഇതിലേതൊക്കെയാണ് ശരി എന്ന തരത്തിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഓപ്ഷൻ A, ഓപ്ഷൻ B ശരിയാണോ, ഓപ്ഷൻ C തെറ്റാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. PSC ബുള്ളറ്റിൽ വന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഒന്ന്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു, പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വതന്ത്രമാക്കുന്നു, ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട 3 ധർമ്മങ്ങളായിട്ട് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കോശവും അതിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ചിത്രത്തിൽ സസ്യകോശം കാണിച്ചിരിക്കുന്നു. അതിൻ്റെ വിവിധ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഗോൾജി കോംപ്ലക്സ്, ഫാനം, മൈറ്റോകോൺട്രിയോൺ, കോശഭിത്തി, മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, കോശദ്രവ്യം, ഹരിതകണം. ഇതൊക്കെ എന്താണ്? കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഈ ഒരു ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നതെന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് കോശത്തിലെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവരുടെ ധർമ്മങ്ങളുമാണ്. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന മൈറ്റോകോൺട്രിയോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൈറ്റോകോൺട്രിയോണുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് കോശത്തിലെ ഊർജ്ജ നിലയം? പവർ ഹൗസ് ഓഫ് സെൽസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരിക മൈറ്റോകോൺട്രിയോൺ ആണ്. ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും ഒക്കെ സഹായിക്കുന്ന കോശത്തിലെ ഭാഗം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക മൈറ്റോകോൺട്രിയോൺ ആണ്. അതുകൊണ്ട് കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന മൈറ്റോകോൺട്രിയൻ കാണപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. മൈറ്റോകോൺട്രിയൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ കോശത്തിലെ ഊർജ്ജ നിലയം എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശത്തിലെ ഭാഗമാണ് മൈറ്റോകോൺട്രിയ. ആ ഒരു കാരണത്താൽ തന്നെ ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ തുടങ്ങിയവയിലെ കോശങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന മൈറ്റോകോൺട്രിയോൺ കാണപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കോശത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത. അങ്ങനെ പറയാൻ കാരണം പറയുന്നു, കോശത്തിനുള്ളിൽ പദാർത്ഥ സംഭരണം നടക്കുന്നത് ഇതിലൂടെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സഹായത്താലാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംഭരണം നടക്കുന്നത്. ആ ഒരു കാരണത്താൽ തന്നെ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് പറയുന്നത് എന്തിനാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കോശത്തിന് ദൃഢതയും അതുപോലെ തന്നെ ആകൃതിയും ഒക്കെ നൽകുന്നതിനായിട്ടാണ് ഇതിനെ കോശാസ്ഥികൂടം എന്നും കൂടെ പറയുന്നു. അപ്പോൾ കോശാസ്ഥികൂടം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിന് ദൃഢതയും അതുപോലെ തന്നെ ആകൃതിയും ഒക്കെ നൽകുന്ന എന്താണ്? ഈ കോശാസ്ഥികൂടമാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരു ആകൃതിയൊക്കെ നൽകുന്ന നമ്മൾ അസ്ഥികൂടം എന്ന് പറയുമ്പോൾ തന്നെ കോശത്തിന് ആ ഒരു ആകൃതിയും ഒക്കെ നൽകുന്ന ഏതാണ്? ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോശാസ്ഥികൂടം എന്നും കൂടെ വിളിക്കുന്നു. ഇപ്പോൾ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഏതാണെന്നൊരു ചോദ്യം PSC ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണെന്ന കാര്യം ഓർത്തിരിക്കുക. മുൻകാല പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പോൾ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംഭരണം നടക്കുന്നത് ഇതിലൂടെയാണ്. ആ ഒരു കാരണത്താലാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി കോശത്തിന് ദൃഢതയും ആകൃതിയും ഒക്കെ നൽകുന്നത് ഏതാണ്? ഈ പറയുന്ന കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. തുടർന്ന് നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന റൈബോസോം എന്ന് പറയുന്ന ഭാഗമാണ്. കോശത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്ന റൈബോസോമായി പറഞ്ഞു വരുന്നത് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ പറയുന്ന റൈബോസോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കാര്യം ഒരിക്കൽ കൂടി പറയാം. കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ഏതാണ്? മൈറ്റോകോൺട്രിയോൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പം നമ്മൾ പഠിക്കുന്നു കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക റൈബോസോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക.
അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നാണ് ഏത് സ്ഥിതി ചെയ്യുന്ന ഈ കോശദ്രവത്തിൽ സ്വതന്ത്രമായിട്ടും ഒക്കെ കാണപ്പെടുന്നതാണ് ഏത് റൈബോസോം എന്നറിയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവത്തിൽ സ്വതന്ത്രമായിട്ടൊക്കെ ഏത് കാണപ്പെടുന്നുണ്ട്, ഈ പറയുന്ന റൈബോസോം കാണപ്പെടുന്നുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നൊരു ചോദ്യം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരിക റൈബോസോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഫാനം എന്ന് പറയുന്ന കോശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ടോണോപ്ലാസ്റ്റ് എന്നൊരു ടേം അവിടെ പരിചയപ്പെടുത്തുകയാണ്. ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതായത് ഈ പറയുന്ന ഫാനത്തെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സവിശേഷ സ്ഥലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ടോണോപ്ലാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടോണോപ്ലാസ്റ്റ് എന്താണ്, ഈ പറയുന്ന ഫാനത്തെ ആവരണം ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് ഇത് ടോണോപ്ലാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന സെല്ലിലെ ഭാഗമായിട്ടുള്ള ഫാനം എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നതാണ് ഈ പറയുന്ന ഫാനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു എന്നൊരു ധർമ്മം നിർവഹിക്കുന്നത് ഈ പറയുന്ന ഫാനം അല്ലെങ്കിൽ വാക്യൂൾ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഫാനം അല്ലെങ്കിൽ വാക്യൂളുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം പരിചയപ്പെട്ടു. ടോണോപ്ലാസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക എന്നൊരു ധർമ്മം നിർവഹിക്കുന്നു ഫാനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്ന സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിനി ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നു ഈ പറയുന്ന ഗോൾജി കോംപ്ലക്സ് എന്ന കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഗ്രന്ഥികോശങ്ങൾ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നു ഏത് ഈ പറയുന്ന ഗോൾജി കോംപ്ലക്സിലൂടെ. അതുപോലെ തന്നെ ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഈ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഗോൾജി കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇനി കോശഭിത്തി എന്നൊരു ടേമാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. സസ്യകോശങ്ങളിലാണ് കോശഭിത്തി കാണപ്പെടാറുള്ളത്. സസ്യകോശത്തിന് ഏറ്റവും പുറമെയുള്ള ഭാഗത്തെയാണ് നമ്മൾ കോശഭിത്തി എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് PSC ചോദിക്കാറുണ്ട്. സെല്ലുലോസ് ആണ്. കോശഭിത്തി എന്തിലാണ് കാണപ്പെടുന്നത്, സസ്യകോശങ്ങളിലാണ് കാണപ്പെടുന്നത്. കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശങ്ങളാണ്. സസ്യകോശത്തിൻ്റെ പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്ന സെല്ലുലോസ് കൊണ്ടാണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. PSC പരീക്ഷകളൊക്കെ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന എന്ത് വസ്തു കൊണ്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉത്തരമായിട്ട് വരിക സെല്ലുലോസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടുത്തുന്നത് കോശസ്തരവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് സ്തരാവരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ തന്നെ കോശത്തിന് ഒരു സ്തരാവരണം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഗണ്ണിക തന്നിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ആവരണമാണ് കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്തരാവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതാണ് കോശത്തിൻ്റെ ആ കോശസ്തരം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്തരാവരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും എന്തുണ്ട്, സ്തരാവരണമുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്, നമ്മൾ ഫാനം പഠിച്ചപ്പോൾ അവിടെ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ പഠിച്ചു. അതുപോലെ കോശത്തിനും അതുപോലെ തന്നെ മർമ്മത്തിനുമുണ്ട് ഇത്തരത്തിലുള്ള ആവരണം. അതുപോലെ തന്നെ മിക്ക കോശാംഗങ്ങൾക്കുമുണ്ട് ഇത്തരത്തിലുള്ള സ്തരാവരണം എന്ന കാര്യം കൂടി ഇവിടെ പറയുകയാണ്. കോശങ്ങൾ തമ്മിലും അതുപോലെ തന്നെ കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നതൊക്കെ സഹായിക്കുന്നത് ഏതാണ്, ഇത്തരത്തിലുള്ള ജീവസ്തരങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നാൽ ഈ സ്ഥലങ്ങളെ എന്തു പേരിൽ അറിയപ്പെടുന്നു, വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് സെലക്റ്റീവ്ലി പെർമബിൾ മെംബ്രെയിൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചപ്പെട്ട സ്തരാവരണം എന്ന് പറയുന്ന ഒരു ടേമാണ്. കോശത്തെ മറ്റു കോശങ്ങളുമായിട്ട് വേർതിരിക്കുന്ന കോശസ്തരം, അതുപോലെ തന്നെ നമ്മുടെ കോശത്തിനുള്ളിലുള്ള കോശാംഗങ്ങൾക്കും എന്തുണ്ട്, ഇത്തരത്തിലുള്ള സ്തരാവരണമുണ്ട് എന്ന് പറയുന്നു. അവ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇത്തരത്തിലുള്ള കോശങ്ങളിലെ മറ്റ് കോശാംഗങ്ങളും ആയിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ടും കോശദ്രവ്യമായിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ ഇതിന് നമ്മൾ വർണ്ണധാര്യ സ്ഥലങ്ങൾ എന്നും കൂടെ ഒരു പ്രത്യേക പേരിൽ കൂടെ നമ്മൾ അറിയപ്പെടുന്നു. അതിന് കാരണം പറയുന്നത് എന്താണ്, ഇതിനുള്ളിലേക്കുള്ള പദാർത്ഥത്തിൻ്റെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നു. അതായത് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുക. അങ്ങനെ ഒരു സെലക്റ്റീവ് പെർമബിൾ മെംബ്രെയിനായിട്ട് ഇത് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് പറയുന്നു, വർണ്ണധാര്യ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ് പെർമബിൾ മെംബ്രെയിൻസ് എന്ന പേരിലും കൂടെ അറിയപ്പെടുന്നു. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു, എന്താണ് കോശസ്തരം, കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധർമ്മം വഹിക്കുന്നതാണ് ഈ പറയുന്ന കോശസ്തരമാണെന്ന കാര്യം ഓർത്തിരിക്കുക.
ഇനി തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം എന്നറിയപ്പെടുന്നത് മർമ്മമാണ്. മർമ്മവുമായി ബന്ധപ്പെട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നു. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗമാണ് ഇത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ മർമ്മം അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞു പോയത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ജീവദ്രവ്യം അതുപോലെ തന്നെ കോശദ്രവ്യം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ജീവദ്രവ്യത്തെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം എന്നാൽ കോശദ്രവ്യമാണ്. PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ജീവദ്രവ്യം അതുപോലെ തന്നെ കോശദ്രവ്യവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ട് പറയുന്നതാണ് ഈ പറയുന്ന ജീവദ്രവ്യം. നമ്മളൊരു കോശസ്തരം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള എല്ലാ പദവും, അതായത് ഈ പറയുന്ന മർമ്മം ഉൾപ്പെടെയുള്ള എല്ലാ പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. എന്നാൽ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന മർമ്മം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയാം. അപ്പോൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകാൻ പാടില്ല. ജീവദ്രവ്യം ഓർത്തിരിക്കണം, കോശദ്രവ്യം ഓർത്തിരിക്കണം. അവിടെ ഓർക്കാനായിട്ട് കോശസ്തരത്തിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്തിട്ടാണ് എന്തെന്ന് പറയുക, ജീവദ്രവ്യം എന്ന് പറയുക അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുക. ജീവിക്കാൻ നമുക്ക് എല്ലാം ആവശ്യമുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജീവിക്കാൻ പറ്റും. മർമ്മവും ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അതിൽ നിന്ന് ജീവദ്രവ്യം ഓർത്തിരിക്കുക, പ്രോട്ടോപ്ലാസം എന്ന ഇംഗ്ലീഷ് എന്ന കാര്യം ഓർത്തിരിക്കുക. കോശദ്രവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവദ്രവ്യം അറിയാമെങ്കിൽ പിന്നെ കോശദ്രവ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്താണ്, ആ മർമ്മം ഒഴുകിയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള ഫാനം അതുപോലുള്ള മൈറ്റോകോൺട്രിയോൺ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ്, കോശാംഗങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നതാണ്. അപ്പം ഈ പറയുന്ന കോശത്തിൻ്റെ പ്രവർത്തനത്തിനും നമ്മുടെ ജീവൻ്റെ പ്രവർത്തനത്തിനുമൊക്കെ സഹായിക്കുന്ന കോശത്തിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്തിൽ പെടുത്തും, കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്നതിൻ്റെ ആ ഒരു ഗണത്തിൽ പെടുത്തും എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ, ജീവദ്രവ്യം അതുപോലെ തന്നെ കോശദ്രവ്യം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം, മർമ്മം ഒഴികെയുള്ള ഭാഗത്ത് നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കോശഭാഗം നമ്മൾ പഠിച്ചു, മർമ്മമാണ്. അതായത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ഈ പറയുന്ന മർമ്മം എന്ന് പറയുന്നത്. ആ മർമ്മവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് മർമ്മവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിലാദ്യമായിട്ട് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഒരു ഭാഗം പരിചയപ്പെടുന്നു. നമ്മൾ കോശത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന മർമ്മമാണെന്ന് പറയും പോലെ ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ്. ഇപ്പോൾ കോശത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തൊക്കെ ആയിട്ട് കാണപ്പെടുന്നതാണ് ഈ മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോളസ് എന്ന് പറയുന്നത്. ഇത് ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇവ റൈബോസോം നിർമ്മാണത്തിൽ എന്താണ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇപ്പോൾ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കോശത്തിൻ്റെ ഭാഗമായ മർമ്മത്തിലെ ഭാഗം എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മർമ്മകമാണ് എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഏതാണ്, ഈ പറയുന്ന കോശത്തിൻ്റെ ഭാഗമായിട്ടുള്ള മർമ്മകമാണ് എന്ന കാര്യം ഓർക്കുക. എന്താണ് ഈ റൈബോസോം എന്ന് പറയുന്നത്, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് ഇത് റൈബോസോം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള റൈബോസോം, ആ റൈബോസോമിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നത് ഈ പറയുന്ന മർമ്മത്തിനുള്ളിലുള്ള മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോളസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ടേമാണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർ. അതേപോലെ അറിഞ്ഞിരിക്കണം, അതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കണം ഒന്നാണ് മർമ്മസ്തരം അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എന്താണ് സെല്ലിനെ മൊത്തം ആവരണം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് കോശസ്തരമുണ്ടെന്ന് പഠിച്ച പോലെ ഈ പറയുന്ന മർമ്മത്തെ ആവരണം ചെയ്തിരിക്കാൻ വേണ്ടി മർമ്മസ്തരമുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ആ മർമ്മസ്തരം എന്താണ് മറ്റ് സെൽ ഓർഗനൽസുമായിട്ടും കോശദ്രവ്യവുമായിട്ടൊക്കെ എന്താണ് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരുപാടികളുള്ള സ്ഥലത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു, മർമ്മസ്തരം എന്ന് പറയുന്നു. ആ ഒരു മർമ്മസ്തരത്തിനുള്ളിൽ ചെറിയ സുഷിരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ന്യൂക്ലിയോപോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മർമ്മസ്ഥലത്തിനുള്ളിലുള്ള സുഷിരങ്ങളാണ്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പദാർത്ഥങ്ങളൊക്കെ ഉള്ളിലോട്ടും പുറത്തോട്ടുമൊക്കെ പോകുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ മർമ്മത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന ഈ പറയുന്ന മർമ്മരന്ധ്രം എന്ന ഭാഗമാണ്. അതവിടെ കാണപ്പെടുന്നു, ഈ പറയുന്ന മർമ്മസ്ഥലത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ മർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരുപാളികളുള്ള ഒരു സ്ഥലമാണ്. അതിലാണ് എന്ത് കാണപ്പെടുന്നത്, മർമ്മരന്ധ്രം എന്ന്
പറയുന്ന ആ ഒരു ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നത്. അതിലൂടെയാണ് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമൊക്കെ പദാർത്ഥങ്ങളൊക്കെ പോകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ടേമാണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സൈറ്റോപ്ലാസം എന്ന് പഠിച്ച പോലെ ഇവിടെ നമ്മൾ പഠിക്കുകയാണ് എന്ത്, ന്യൂക്ലിയോപ്ലാസം. അതായത് എന്താണ്, മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ മർമ്മദ്രവ്യം എന്നറിയപ്പെടുന്നത്. മർമ്മകവും അതുപോലെ തന്നെ ക്രൊമാറ്റിൻ ജാലികയും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പഠിച്ച ഈ മർമ്മകവും അതുപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടേമാണ് ക്രൊമാറ്റിൻ ജാലിക. ഈ ക്രൊമാറ്റിൻ ജാലിക ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് എന്ത്, ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ മർമ്മദ്രവ്യം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പറയുന്ന ഈ ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികളെ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നു. ജീനുകളെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഇത് ക്രൊമാറ്റിൻ ജാലിക എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ സെല്ലുണ്ട്, ആ സെല്ലിൻ്റെ മർമ്മമുണ്ട്, ആ മർമ്മത്തിനുള്ളിലായിട്ട് ക്രൊമാറ്റിൻ ജാലികയുണ്ട്. ആ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീനുകളൊക്കെ കാണപ്പെടുന്നത്. ഇതെന്താണ്, വലക്കണ്ണികളെ പോലെ കെട്ടുപിണഞ്ഞാണ് കാണപ്പെടുന്നത്. അപ്പം മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികളെ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലിക. അതുപോലെ തന്നെ സെൽസിൽ എവിടെയാണ് ജീനുകളൊക്കെ ഉൾക്കൊള്ളുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മർമ്മത്തിനുള്ളിലുള്ള അല്ലെങ്കിൽ മർമ്മത്തിനുള്ളിലുള്ള ഈ പറയുന്ന ക്രൊമാറ്റിൻ ജാലികയിലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം നമ്മളിവിടെ പ്രധാനമായിട്ടും മർമ്മദ്രവ്യം, മർമ്മകം, മർമ്മരന്ധ്രം, മർമ്മസ്തരം, ക്രൊമാറ്റിൻ ജാലിക ഈ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പരിചയപ്പെടുത്തിയത്. PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ തന്നെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു പോയിന്റ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ PSC പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ധാരാളം പോയിന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചാപ്റ്ററാണ്. 8ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്ററുകൾ എടുത്തു നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇത്രയും പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പ്രവേശിക്കുന്നു, പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും. എന്താണ് പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്, എന്താണ് യൂകാരിയോട്ടുകൾ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എന്താണ്, ഒരു കോശം എടുത്താൽ അതിൽ മർമ്മമുണ്ട്. ഒരു കോശം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മർമ്മമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതാണ് പ്രോകാരിയോട്ടുകളും യൂകാരിയോട്ടുകളും. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ തുടങ്ങിയ കോശത്തിലെ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ഇതിൻ്റെയൊക്കെ കോശങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല, മർമ്മം ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്നതിൻ്റെ ഗണത്തിൽപ്പെടുത്തുന്നത്. അപ്പോൾ മർമ്മമില്ലാത്ത കോശങ്ങളുള്ള ജീവികളെ നമ്മൾ പ്രോകാരിയോട്ടുകൾ എന്ന ഗണത്തിൽപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, യൂകാരിയോട്ടുകൾ മർമ്മമുള്ള കോശമുള്ള ജീവികളെ യൂകാരിയോട്ടുകൾ എന്ന ഗണത്തിൽപ്പെടുത്തും. അവിടെ പരീക്ഷയ്ക്ക് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന യൂകാരിയോട്ടുകൾ എന്ന ഗണത്തിൽപ്പെടുന്നു. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിലെ കൂട്ടത്തിൽപ്പെടാത്ത ഏതെന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രോകാരിയോട്ടുകളുടെ ഉദാഹരണം കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക, പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണം ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്രോപ്ലാസ്മ എന്നിവയാണ്. ഇവയ്ക്ക് എന്തില്ല, അവയുടെ കോശം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മർമ്മം കാണത്തില്ല. അതേസമയത്ത് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവ എന്താ യൂകാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ്. ഇവയുടെ കോശം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ട്, സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം ഉണ്ടായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമ്മൾ പരിചയപ്പെട്ടത്, പ്രോകാരിയോട്ടുകളും അതുപോലെ തന്നെ യൂകാരിയോട്ടുകളും. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് പരിചയപ്പെടുന്നത്. അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകളുണ്ട്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിഡ്സ്, ഇത് എവിടെയാണ് കാണപ്പെടുക, സസ്യകോശങ്ങളിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. ജന്തുകോശങ്ങൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന പ്ലാസ്റ്റിഡ്സ് കാണപ്പെടില്ല. അതുപോലെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു സെൽവാൾ കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്, സസ്യകോശങ്ങളിൽ മാത്രമാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ 3 തരമുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിലൊന്ന് വർണ്ണകണമാണ്, മറ്റൊന്ന് ഹരിതകണമാണ്, അതുപോലെ തന്നെ ശ്വേതകണമാണ്. ക്രോമോപ്ലാസ്റ്റ് ആണ്, മറ്റൊന്ന് ക്ലോറോപ്ലാസ്റ്റ് ആണ്, മറ്റൊന്ന് ലൂക്കോപ്ലാസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മൊത്തം 3ആയിട്ട് ഈ പറയുന്ന ജൈവകണങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. വർണ്ണകണം ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം എന്ന് പറയുന്നത് ലൂക്കോപ്ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 3ആയിട്ട് ഈ പറയുന്ന പ്ലാസ്റ്റിഡുകളെ തരംതിരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശത്തിൻ്റെ ഒരു ഭാഗമാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ആ പ്ലാസ്റ്റിഡുകൾ കാണപ്പെടുന്ന സസ്യകോശങ്ങളാണ്. അവ 3 തരത്തിലുണ്ട്, വർണ്ണകണം, ഹരിതകണം, ശ്വേതകണം. ഇവൽ തന്നെ പ്രകാശ സംശ്ലേഷണത്തിനൊക്കെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഹരിതകണം എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഹരിതകണം പ്രധാനമായിട്ട് സഹായിക്കുന്ന എന്തിനാണ്, പ്രകാശ സംശ്ലേഷണത്തിനാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കേന്ദ്രമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്, ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ നമ്മൾ വർണ്ണകണത്തിലേക്ക് പോവുകയാണെങ്കിൽ വർണ്ണകണങ്ങളാണ് പൂക്കൾ, അതുപോലെ തന്നെ ഫലങ്ങൾ എന്നിവയ്ക്കൊക്കെ നിറം നൽകുന്നത്. അപ്പോൾ വർണ്ണകണങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മം പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്കൊക്കെ നിറം നൽകുന്നു. അതിൽ തന്നെ വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങൾക്ക് ഉദാഹരണം, അത് എന്തൊക്കെ നിറമാണ് നൽകുന്നതെന്നൊക്കെ PSC ചോദിക്കാറുണ്ട്.
സാന്തോഫിൽ മഞ്ഞ നിറമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കരോട്ടിനാണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ്. ആന്തോസയാനിനാണെങ്കിൽ ചുവപ്പ് പർപ്പിൾ നിറങ്ങളാണ് നൽകുന്നത്. ഇത് PSCയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. വർണ്ണകണങ്ങളിലെ വർണ്ണകങ്ങളിൽ ചില ഉദാഹരണം തന്നു. അതിൽ സാന്തോഫിലെ ഏത് നിറമാണ് നൽകുന്നത് ചോദിക്കാറുണ്ട്. മഞ്ഞ നിറമാണ് നൽകുന്നത്. കരോട്ടിൻ ഏത് നിറം നൽകുന്നുണ്ട്? മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നു. ആന്തോസയാനിൻ എന്തു നൽകുന്നു? ചുവപ്പ് പർപ്പിൾ നിറങ്ങളൊക്കെയാണ് ആന്തോസയാനിൻ നൽകുന്നത്. അതുപോലെ തന്നെ ഇവയുടെയൊക്കെ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്നും കൂടെ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ സസ്യഭാഗങ്ങൾ, അതായത് പഴങ്ങളാണെങ്കിലും പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും അവയ്ക്കൊക്കെ നിറങ്ങൾ നൽകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ധർമ്മം ആര് വഹിക്കുന്നു? വർണ്ണകണം വഹിക്കുന്നു. ആ വർണ്ണകണങ്ങളിലെ വർണ്ണകങ്ങളായിട്ടുള്ള സാന്തോഫിലുണ്ടെങ്കിൽ മഞ്ഞ നിറം, കരോട്ടിനാണെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാനാണെങ്കിൽ ചുവപ്പ് പർപ്പിൾ നിറങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നവയ്ക്ക് പ്രത്യേക നിറങ്ങളൊന്നുമില്ലാത്ത ജൈവകണങ്ങളാണ്. ഇനി ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടും. അപ്പോൾ ഈ പറയുന്ന ജൈവകണങ്ങളിൽ, അതായത് പ്ലാസ്റ്റിഡിൽ പെടുന്ന ഒന്നാണ് ഇത് ശ്വേതകണങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് പ്രത്യേക നിറങ്ങളൊന്നും തന്നെയില്ല. അവ കൂടുതലായിട്ട് ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശഭാഗങ്ങളിൽ അവ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. ഇപ്പോൾ ഹരിതകണങ്ങൾ എന്താണ്? പാകമാകുന്നതനുസരിച്ചിട്ട് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ എന്തായിട്ട് മാറുന്നു? ഈ പറയുന്ന വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അതേപോലെ തന്നെ അന്നജം എന്തായിട്ട് മാറുന്നു? പഞ്ചസാരകളായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് എന്ത്? പഴങ്ങളിലെ നിറമാറ്റത്തിനും അതുപോലെ തന്നെ രുചിമാറ്റത്തിനുമൊക്കെ കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സസ്യങ്ങളിലെ പഴങ്ങളുടെ ഒക്കെ നിറമാറ്റത്തിനൊക്കെ കാരണം പറയുന്നത് എന്താണ്? പാകമാകുന്നതനുസരിച്ചിട്ട് ഈ ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായിട്ട് മാറുന്നു. അതേസമയത്ത് അന്നജം പഞ്ചസാരയായിട്ട് മാറുന്നു. ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പഴങ്ങളുടെ നിറമാറ്റത്തിനും അതുപോലെ തന്നെ രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം എന്നും കൂടി ഈ ഒരു ചെറിയ ഖണ്ഡികയിലൂടെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റുകളാണ് ഈ ഒരു ചെറിയ ഖണ്ഡികയിലൂടെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന ജന്തുകോശങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ സസ്യകോശങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു. ഈ അവസാനമായി പഠിച്ചു നിർത്തിയപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്ലാസ്റ്റിഡുകൾ, ജൈവകണങ്ങളെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെൽ വാൾ നമ്മൾ പഠിച്ചു. അതുപോലെ ജന്തുകോശങ്ങളിലേക്ക് വരുമ്പോൾ ഇനി പറയുന്ന 2 ടേമുകൾ ജന്തുകോശങ്ങളിൽ മാത്രമേ കാണൂ. സെൻട്രോസോം അതുപോലെ തന്നെ ലൈസോസോം എന്നിവ ജന്തുകോശങ്ങളിൽ മാത്രമേ കാണൂ എന്ന കാര്യം ഓർത്തിരിക്കുക. സസ്യകോശങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിഡ്, ജൈവകണങ്ങൾ അതുപോലെ തന്നെ സെൽ വാളൊക്കെ പഠിച്ച പോലെ നമ്മുടെ ജന്തുകോശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സെൻട്രോസോം അതുപോലെ തന്നെ ലൈസോസോം എന്ന് പറയുന്നത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഇത് സെൻട്രോസോം അതുപോലെ തന്നെ ലൈസോസോം. ബാക്കിയൊക്കെ നമ്മൾ അവിടെ കണ്ട കാര്യങ്ങളാണ്. റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയോൺ, അതുപോലെ തന്നെ കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ് ഒക്കെ അവിടെ കണ്ടു. നമ്മൾ സസ്യകോശങ്ങൾ പഠിച്ചപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പഠിച്ചു. ഇനി നമ്മൾ ഈ ജന്തുകോശങ്ങളിലേക്ക് വരികയാണ്. അവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് സെൻട്രോസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പരിചയപ്പെടുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നു സെൻട്രോസവുമായിട്ട് ബന്ധപ്പെട്ട് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം എന്ന് പറയുന്നു. കോശവിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ പറയുന്ന സെൻട്രോസോമിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ഇത് സെൻട്രോസോം എന്ന് പറയുന്നത്. ആ സെൻട്രോസോം എന്തിനു സഹായിക്കുന്നു? കോശവിഭജനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ അവിടെ കാണപ്പെടുന്നു. ഈ പറയുന്ന സെൻട്രോസോമിലാണ് കാണപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കോശവിഭജനത്തിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന സെൻട്രോസോമിലാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. അത് എവിടെയാണ് കാണപ്പെടുകയുള്ളൂ? ജന്തുകോശത്തിൽ മാത്രമാണ് ഈ സെൻട്രോസോം കാണപ്പെടുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ രണ്ടാമത് പഠിച്ച ഒരു ടേം ഉണ്ടല്ലോ, ലൈസോസോം എന്ന് പറയുന്നത്. ഈ ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന ലൈസോസോമിലാണ്. നമ്മുടെ കോശത്തിനുള്ളിലേക്കൊക്കെ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെയൊക്കെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ദഹനരസങ്ങൾ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്ന കോശത്തിലെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ കോശത്തിലെ ഒരു കോശാംഗമാണ് ഇത് ലൈസോസോം എന്നറിയപ്പെടുന്നത്. ഇതും എന്തിലേ കാണപ്പെടുകയുള്ളൂ? ജന്തുകോശത്തിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ടേമുകൾ, ഒന്ന് സെൻട്രോസോം അതുപോലെ തന്നെ ലൈസോസോം. ഇത് രണ്ടും കാണപ്പെടുന്ന എവിടെയാണ്? ജന്തുകോശങ്ങളിൽ മാത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ചാപ്റ്റർ അതോടെ അവസാനിക്കുകയാണ്. ഇനി ഒരു എക്സസൈസിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം തന്നു. ആ ചോദ്യം ഒരു കവിതയാണ് തന്നത്. ആ കവിത മൊത്തം വായിച്ചിട്ട് ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ആ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്, ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. അതായത് ഈ ഒരു ചാപ്റ്റർ മൊത്തം പഠിച്ചതിന് ശേഷം ആ ഒരു ചോദ്യകർത്താവ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ
ഈ ഒരു ചോപ്റ്റർ പഠിച്ചതിൽ അർത്ഥമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കവിത നമുക്കൊന്ന് നോക്കാം. എന്നുടെ രൂപം പലതാണ്, എൻ്റെ വലുപ്പം പലതാണ്, എന്നെ കൊണ്ട് പടുത്തതു താൻ പുല്ലും പുഴുവും നിന്നുടലും, പലവിധ ജോലികൾ നിറവേറ്റും പലതായി പെരുകും വളരും ഞാൻ, കണ്ണാൽ കാണില്ലെന്നാലും ഞാനേ ജീവൻ ആധാരം, എല്ലാവരിലും ഞാനുണ്ട് എന്നാൽ പറയൂ ഞാനാരേ എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒരു കവിത മൊത്തം പാടി കേട്ടപ്പോൾ, പാടിയല്ല ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് ആരാണ് ഞാനെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം PSC പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം SCERTയുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ഡയറക്റ്റ് എടുത്തിട്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമായിരിക്കും. ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഉത്തരത്തിനെക്കുറിച്ച് ഡയറക്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നതെന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു എന്നൊരു കാരണത്താൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററോട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കാരണം ആർക്കെങ്കിലുമൊക്കെ ഈ ക്ലാസ് ഉപകാരപ്രദമാകുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ തുടർന്നും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തികച്ചും സൗജന്യമായിട്ട് എൻ്റെ ഓരോ ക്ലാസ്സുകളും തികച്ചും സൗജന്യമായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.